ഒഡീഷയിലെ പുരി പുണ്യനഗരിയിൽ ജഗന്നാഥ രഥയാത്ര നടക്കുകയാണ്. 9 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ രഥയാത്ര അല്ലെങ്കിൽ ഗുണ്ടിച്ച യാത്ര വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് നടക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും ലക്ഷക്കണക്കിന് ഭക്തരാണ് ഈ മഹോത്സവത്തിൽ പങ്കെടുക്കാനെത്തുന്നത്. ഹൈന്ദവ പഞ്ചാംഗമായ ദൃക് പഞ്ചാംഗ് അനുസരിച്ച് ആഷാഢമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ദ്വിതീയ തിഥിയിലാണ് രഥയാത്ര നടക്കുന്നത്. ഈ വർഷം ജൂൺ 27 ആരംഭിച്ച് ജൂലൈ 5 രഥയാത്ര സമാപിക്കും. ഒഡീഷയിലെ പുരിയിലുള്ള കലിംഗ വാസ്തുവിദ്യയിൽ നിർമ്മിച്ച ഒരു പ്രധാന ഹൈന്ദവ ക്ഷേത്രമാണ് ജഗന്നാഥ ക്ഷേത്രം. ഇവിടെ ജഗന്നാഥ ഭഗവാനെയും സഹോദരൻ ബലഭദ്രനെയും സഹോദരി ദേവി സുഭദ്രയെയും ബാലരൂപത്തിൽ ആരാധിക്കുന്നു. ജഗന്നാഥ ഭഗവാനും സഹോദരങ്ങളും ഗുണ്ടിച്ച ക്ഷേത്രത്തിലെ തങ്ങളുടെ അമ്മായിയെ കാണാൻ പോകുന്നതാണ് പ്രശസ്തമായ രഥയാത്ര. ഇന്ത്യയിലെ 4 പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളായ 4 ധാമുകളിൽ ഒന്നായ പുരി ക്ഷേത്രത്തിന് പല പ്രത്യേകതകളുമുണ്ട്. ജഗന്നാഥ ഭഗവാന്റെ അനുഗ്രഹമായി ആളുകൾ വിശ്വസിക്കുന്ന ചില നിഗൂഢതകളാണ് അവ. ജഗന്നാഥ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഒരു ദിവസത്തിലെ ഒരു സമയത്തും അതിന്റെ നിഴൽ ഭൂമിയിൽ പതിക്കാത്ത വിധത്തിലാണ്. ശ്രീ ജഗന്നാഥന്റെ സംരക്ഷണത്തിന്റെ പ്രതീകമാണ് നീലചക്രം അഥവാ ശ്രീചക്രം. 8 ലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ച ശ്രീചക്രത്തിന് 3.5 മീറ്റർ ഉയരവും 11 മീറ്റർ ചുറ്റളവും 20 അടി ഉയരവുമുണ്ട്. ചക്രം നഗരത്തിൽ എവിടെ നിന്ന് നോക്കിയാലും പൂർണ്ണമായി കാണാൻ കഴിയുന്ന രീതിയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. നഗരത്തിൽ എവിടെ നിന്ന് ചക്രത്തിലേക്ക് നോക്കിയാലും അത് നിങ്ങളെ അഭിമുഖീകരിക്കുന്നതായി തോന്നും. ക്ഷേത്രത്തിന്റെ കൊടി എല്ലാ ദിവസവും മാറ്റണം. മഞ്ഞ നിറത്തിലുള്ള ത്രികോണാകൃതിയിലുള്ള കൊടി മാറ്റാൻ ഒരു പുരോഹിതൻ എല്ലാ ദിവസവും 214 അടി ഉയരമുള്ള ക്ഷേത്രത്തിന്റെ മുകളിലേക്ക് കയറുന്നു. ക്ഷേത്രത്തിൽ പ്രതിദിനം 2000 മുതൽ 20,000 വരെ ഭക്തർ എത്തുന്നു. എന്നാൽ എല്ലാ ദിവസവും ഒരേ അളവിലാണ് ഇവിടെ പ്രസാദം തയ്യാറാക്കുന്നത്. 2000 പേർ വന്നാലും 20,000 പേർ വന്നാലും എല്ലാവർക്കും പ്രസാദം ലഭിക്കും. പ്രസാദം പാഴാകുകയോ തികയാതെ വരികയോ ചെയ്തൊരു ദിവസവും ഉണ്ടായിട്ടില്ല. 7 പാത്രങ്ങളിലാണ് പ്രസാദം തയ്യാറാക്കുന്നത്. ഓരോ പാത്രവും ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെച്ചാണ് പ്രസാദം ഉണ്ടാക്കുന്നത്. എന്നാൽ ഏറ്റവും മുകളിലുള്ള പാത്രത്തിലെ ഭക്ഷണമാണത്രേ ഇവിടെ ആദ്യം പാകം ചെയ്യപ്പെടുന്നത്. ഏറ്റവും അവസാനം മാത്രമേ അടുപ്പിന് നേരെ മുകളിലുള്ള ഏറ്റവും താഴത്തെ പാത്രത്തിലെ ഭക്ഷണം പാകമാകുന്നത്. ഐതിഹ്യമനുസരിച്ച് ക്ഷേത്രത്തിന് മുകളിലൂടെ പക്ഷികൾക്കോ വിമാനങ്ങൾക്കോ പറക്കാൻ കഴിയില്ല. എന്നാൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ക്ഷേത്ര ഗോപുരത്തിന് മുകളിലൂടെ മഞ്ഞ കൊടിക്കൂറയും കൊണ്ടൊരു കൃഷ്ണപ്പരുന്ത് പറന്നുപോയത് ഭക്തരെ ഭീതിയിലാക്കിയിരുന്നു. രഥയാത്രയുടെ സമയത്ത് 3 ദേവതകളുടെയും തടിയിൽ തീർത്ത വിഗ്രഹങ്ങൾ അലങ്കരിച്ച 3 രഥങ്ങളിൽ സ്ഥാപിച്ച് പുരിയിലെ തെരുവുകളിലൂടെ ഒരു വലിയ ഘോഷയാത്രയായി കൊണ്ടുപോകുന്നു. പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ അകലെയുള്ള ഗുണ്ടിച്ച ക്ഷേത്രത്തിലേക്കാണ് രഥങ്ങൾ സഞ്ചരിക്കുന്നത്. എന്നാൽ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന ഭക്തരുടെ തിരക്ക് കാരണം രഥങ്ങൾ ഗുണ്ടിച്ച ക്ഷേത്രത്തിലെത്താൻ മണിക്കൂറുകൾ എടുക്കാറുണ്ട്. ഓരോ വർഷവും ഫാസി മരം കൊണ്ട് പുതുതായി നിർമ്മിച്ച രഥങ്ങളിലാണ് ഘോഷയാത്ര. ഗുണ്ടിച്ച ക്ഷേത്രത്തിലെത്തിയ ശേഷം ദേവതകൾ ഒരാഴ്ചയോളം അമ്മായിയോടൊപ്പം താമസിക്കുന്നു. അവിടെ ഭക്തർ അവരെ ദർശിക്കാൻ ഒഴുകിയെത്തുന്നു. ദേവതകൾക്ക് അസുഖം വന്ന് വിശ്രമിക്കുന്ന അനസരയോടെ ആരംഭിച്ച് പുരി ക്ഷേത്രത്തിലേക്കുള്ള അവരുടെ തിരിച്ചുവരവ് അടയാളപ്പെടുത്തുന്ന നീലാദി വിജയോടെയാണ് രഥയാത്രാ മഹോത്സവം അവസാനിക്കുന്നത്. രഥയാത്ര ആരംഭിക്കുന്നതിന് ഏകദേശം 14 ദിവസം മുൻപ് ജഗന്നാഥ ഭഗവാനും സഹോദരങ്ങളും വിശ്രമിക്കുന്ന അനസര കാലവുമായി ബന്ധപ്പെട്ട് രസകരമായ ഒരു ഐതിഹ്യമുണ്ട്. 3 ദേവതകൾക്കും ഏകദേശം 14 ദിവസം മുൻപ് അസുഖം വരാറുണ്ടെന്നും അതിനാൽ 14 ദിവസത്തോളം അവർക്ക് വിശ്രമം നൽകുന്നുവെന്നുമാണ് വിശ്വാസം. ഈ സമയത്ത് ഭക്തർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുവാദമില്ല. ക്ഷേത്ര വൈദ്യൻ നൽകുന്ന പ്രത്യേക മരുന്നുകൂട്ടുകളാണ് ഈ സമയത്തെ നിവേദ്യം. അമാവാസി ദിനത്തിൽ അനസര കാലം അവസാനിക്കുമ്പോഴേക്കും ദേവതകൾ രോഗത്തിൽ നിന്ന് സുഖം പ്രാപിക്കുകയും ഊർജം വീണ്ടെടുക്കുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം. രഥയാത്രയ്ക്ക് പുറപ്പെടുന്നതിന് മുൻപ് രോഗത്തിൽ നിന്ന് സുഖം പ്രാപിച്ച ദേവതകളെ കാണാൻ നിരവധി ഭക്തരെത്തും. ഇതിനെ നവയുഭൻ ദർശൻ എന്നു പറയുന്നു. തന്റെ ഭക്തനായ മാധവന്റെ അസുഖം ഭഗവാൻ ഏറ്റെടുത്തെന്നും ആ കാലമാണ് അനസരയെന്നും കരുതുന്നു. രഥയാത്രയ്ക്ക് പുറപ്പെടുന്നതിന് മുൻപ് സ്നാന പൂർണിമ ദിനത്തിൽ ജഗന്നാഥ ഭഗവാനെയും ബലഭദ്രനെയും ദേവി സുഭദ്രയെയും 108 കുടം വെള്ളം കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ചടങ്ങുമുണ്ട്. ഈ ചടങ്ങിനിടെ കുളിച്ചതിനു ശേഷമാണ് ദേവതകൾക്ക് അസുഖം വരുന്നതെന്നാണ് മറ്റൊരു വിശ്വാസം. ദേവതകളെ കുളിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ക്ഷേത്രവളപ്പിലെ സ്വർണ്ണ കിണറ്റിൽ നിന്നാണ് എടുക്കുന്നത്. 7 ദിവസം അമ്മായിയുടെ വീട്ടിൽ താമസിച്ച ശേഷം ബാലകരായ ജഗന്നാഥനും ബലഭദ്രനും സുഭദ്രയും പുരിയിൽ തിരിച്ചെത്തി ഭക്തർക്ക് അനുഗ്രഹം നൽകുമെന്നാണ് വിശ്വാസം. ഈ സമയത്ത് സ്വർണ്ണാഭരണങ്ങളും വസ്ത്രങ്ങളും കൊണ്ട് ദേവവിഗ്രഹങ്ങൾ അലങ്കരിച്ചിരിക്കും. ഇതോടെ രഥോത്സവത്തിന് സമാപനമാകും.
പുരിയിലേക്ക് ആളുകൾ ഒഴുകിയെത്തുന്ന സമയം കൂടിയാണ് രഥ് യാത്രാ മഹോത്സവം. വിവിധ രാജ്യങ്ങളിൽ നിന്ന് വരെ ഭക്തർ നഗരിയിലെത്തും. കലിംഗ സംസ്കാരത്തിന്റെ മുഖമുദ്രയായ രഥ് യാത്ര പുരിയിലെ മുഖ്യ ടൂറിസം ഇവന്റ് കൂടിയാണ്.